ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യനാണ് വായിക്കാം എഴുതാം. അങ്ങനെയിരിക്കെ മാമ്പഴക്കാലമായി, നീർമാവ് നിറയെ പൂത്തുലഞ്ഞു കായ്ച്ചു. നല്ല മധുരമുള്ള മാമ്പഴങ്ങളുമായി അത് ഒരമ്മയെപ്പോലെ ആഹ്ലാദിച്ചു നിന്നു. ആയിടെ അങ്ങ് വടക്കൻ പർവ്വതത്തിൽ നിന്നും പറന്നു വന്ന ഒരു ദേശാടനക്കിളി നീർമാവിൻ്റെ ചില്ലയിൽ വന്നിരുന്നു. കാവിൽ വന്നു കൂടിയ പക്ഷികളിലൊന്നായിരുന്നു അത്. ഒരു ചാരസുന്ദരി, പരന്ന കൊക്കും നീണ്ട കാലുകളുമാണവൾക്ക്. മാവിന് അവളെ ഇഷ്ടമായി, കിളിക്ക് മാവിനെയും. ഉമ്മ. കിളി മാവിന് ഒരുമ്മ കൊടുത്തു. മാവ് കിളിയെ ചില്ല കൊണ്ട് ചേർത്തണച്ചു. ഹിമാലയത്തിൻ്റെ താഴ്വാരത്ത് ഭൂട്ടാൻ എന്നൊരു ദേശമുണ്ട്. ഹിമാലയമോ? അതെന്താണ്? മരം ചോദിച്ചു. ലോകത്തെ ഏറ്റവും വലിയ പർവ്വതമാണ് ഹിമാലയം. മഞ്ഞു മൂടിക്കിടക്കുന്നത് കൊണ്ടാണ് അതിന് ഹിമാലയം എന്ന പേര് വന്നത്. കുന്നും മലകളും നിറഞ്ഞ് തികച്ചും സുന്ദരമായ കൊച്ചു രാജ്യം. രാജാവ് അവിടെ ഭരിക്കുന്നു. എപ്പോഴും മഞ്ഞു മൂടി നിൽക്കുന്ന മലകൾ, അവിടെ റോന്തു ചുറ്റുന്ന കൂറ്റൻ കടുവകൾ, കരടികൾ. ആ മലയുടെ ഒരു ഉറവയിൽ നിന്നും ബ്രഹ്മപുത്ര എന്ന നദിയും ഉത്ഭവിക്കുന്നു. ആ കാടുകളാണ് എൻ്റെ വാസസ്ഥാനം. ശിശിരകാലത്ത് അവിടമാകെ ശുഷ്കമാകും. പിടിച്ചു തിന്നാൻ ഒരു പ്രാണിയോ പാറ്റയോ പോലും ഉണ്ടാവില്ല. തീവണ്ടിയിലെ കിളി, വി ഷിനിലാൽ. വി ഷിനിലാൽ എഴുതിയ കഥയാണിത്. തീവണ്ടിയിലെ കിളി എന്ന കഥയുടെ ഒരു ഭാഗമാണിത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സിലേക്ക് പോകാം. ദേശാടനക്കിളിയെ സ്നേഹപൂർവ്വം ചേർത്ത് പിടിച്ചത് ആരായിരുന്നു? രാജാവ്, പർവ്വതം, നീർമാവ്, നദി. ഇതിലേതാണ് ആൻസർ? നീർമാവ് ആയിരുന്നു. അടുത്തത്, ദേശാടനക്കിളിയുടെ പ്രത്യേകതകളിൽ പെടാത്തത് എന്ത് എന്നാണ് എഴുതേണ്ടത്. ഹിമാലയത്തിൽ നിന്ന് അവ വരുന്നത്. ഒരു അമ്മയെപ്പോലെ എപ്പോഴും ആഹ്ലാദവതിയായിരുന്നു. പരന്ന കൊക്കും നീണ്ട കാലുകളും അവൾക്കുണ്ടായിരുന്നു. കാവിൽ വന്നു ചേർന്ന പക്ഷികളിലൊരാളായിരുന്നു അവൾ. അപ്പം നമ്മൾ ആദ്യമേ പറഞ്ഞു, അവൾ എവിടെ നിന്നാണ് വരുന്നത്? ഹിമാലയത്തിൽ നിന്നാണ് വരുന്നത്. പിന്നെന്ത് പറഞ്ഞു? പരന്ന കൊക്കും നീണ്ട കാലുകളും അവൾക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെന്ത് പറഞ്ഞു? കാവിൽ വന്നു ചേർന്ന പക്ഷികളിലൊരാളാണ് അവൾ എന്ന് പറഞ്ഞു. അപ്പം ഇതിൽ പെടാത്തത് എന്താ? അവളുടെ പ്രത്യേകത അല്ലാത്തതാണ് ഏത്? ഒരമ്മയെപ്പോലെ എപ്പോഴും ആഹ്ലാദവതിയായിരുന്നു എന്നത് അവളുടെ പ്രത്യേകത അല്ല. അടുത്തത്, ഹിമാലയത്തിന് ആ പേര് വരാനുള്ള കാരണമെന്ത്? കുന്നും മലകളും നിറഞ്ഞതുകൊണ്ട്, ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നതുകൊണ്ട്, കൂറ്റൻ കടുവകൾ കാണപ്പെടുന്നതുകൊണ്ട്, മഞ്ഞു മൂടി കിടക്കുന്നതുകൊണ്ട്. എന്തുകൊണ്ടാണ്? മഞ്ഞു മൂടി കിടക്കുന്നതുകൊണ്ട്. അത് നമ്മൾ ആദ്യമേ പറഞ്ഞു അല്ലേ? നമ്മളിവിടെ പറഞ്ഞു, മഞ്ഞു മൂടിക്കിടക്കുന്നത് കൊണ്ടാണ് അതിന് ഹിമാലയം എന്ന പേര് വന്നത് എന്ന് പറഞ്ഞു. അപ്പം ശരിയായ ആൻസർ എന്താണ്? മഞ്ഞു മൂടി കിടക്കുന്നത് കൊണ്ട്. അടുത്തത്, ദേശാടനക്കിളികൾ അവയുടെ വാസസ്ഥാനം വിട്ട് പറക്കുന്നതിന് കാരണം എന്താണ്? ഹിമാലയത്തിലെ മഞ്ഞ് സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് ശിശിരകാലത്തുണ്ടാകുന്ന ഭക്ഷ്യക്ഷാമം കാരണം. എന്താണ് ആൻസർ? ശിശിരകാലത്തുണ്ടാകുന്ന ഭക്ഷ്യക്ഷാമം കാരണമാണ്. അപ്പം 2 ശരി ഉത്തരം. ശിശിരകാലത്തുണ്ടാകുന്ന ഭക്ഷ്യക്ഷാമം കാരണമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദേശാടനക്കിളി പറയുന്ന രാജ്യത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം? 1. വടക്ക് ഹിമാലയത്തിൽ കാണപ്പെടുന്ന കൊച്ചു രാജ്യമാണ്. 2. ഭൂട്ടാൻ എന്നായിരുന്നു അതിൻ്റെ പേര്. 3. രാജഭരണമാണ് അവിടെയുള്ളത്. ഇതിലേതാണ് കറക്റ്റ്? ദേശാടനക്കിളി പറയുന്ന രാജ്യത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ളത്. വടക്ക് ഹിമാലയത്തിൽ കാണപ്പെടുന്ന കൊച്ചു രാജ്യമാണ്. ഭൂട്ടാൻ എന്നായിരുന്നു അതിൻ്റെ പേര്. രാജഭരണമാണ് അവിടെ ഉള്ളത്. അപ്പം ഇവിടെ കാണുന്ന ഓപ്ഷൻസ് എല്ലാം ശരിയാണ്. അടുത്തത്, ഒരു വിശകലനക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. നീ എടുക്കുന്നു, നോക്കുന്നു, അസ്മിതം, നീയവയെ തൊടുന്നു, തലോടുന്നു. ഹെലൻ കെല്ലറുടെ ജീവിതവും മുകളിൽ നൽകിയ വരികളും വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് പറയുന്നത്. അപ്പം എന്താണ് മുകളിൽ തന്നിട്ടുള്ള വരി? നീ എടുക്കുന്നു, നോക്കുന്നു, സസ്മിതം, നീ അവയെ തൊടുന്നു, തലോടുന്നു. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇതിനൊരു വിശകലനക്കുറിപ്പ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ വിശകലനക്കുറിപ്പ് എഴുതുക?
നീ എടുക്കുന്നു നോക്കുന്നു സസ്മിതം, നീ അവയെ തൊടുന്നു തലോടുന്നു എന്ന വരികൾ മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങളുടെ മഹത്വം വ്യക്തമാക്കുന്നു. കാണാനും കേൾക്കാനും സ്പർശിക്കാനും കഴിയുന്ന സാധാരണ അനുഭവങ്ങൾ എത്ര വിലപ്പെട്ടവയാണെന്ന് ഈ വരികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ പലപ്പോഴും ഈ കഴിവുകളുടെ മൂല്യം തിരിച്ചറിയാതെ അവയെ സാധാരണ കാര്യങ്ങളായി കാണാറുണ്ട്. എന്നാൽ ഹെലൻ കെല്ലറുടെ ജീവിതം ഈ കഴിവുകളുടെ വില നമ്മെ കൂടുതൽ ബോധ്യപ്പെടുത്തുന്നു. ചെറുപ്പത്തിൽ തന്നെ കാഴ്ചയും കേൾവിയും നഷ്ടപ്പെട്ടിട്ടും അവൾ അതിനെ തോൽവിയായി കണ്ടില്ല. അധ്യാപികയായ അന്നേ സല്ലിവാനിയുടെ സഹായത്തോടെ അവൾ പഠിക്കുകയും ലോകത്തെ അറിയുകയും ചെയ്തു. വലിയ പരിശ്രമവും ആത്മവിശ്വാസവും കൊണ്ട് അവൾ വിദ്യാഭ്യാസം നേടി ലോകത്തിന് ഒരു പ്രചോദനമായി മാറി. ഈ വരികൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന കഴിവുകളുടെ വില മനസ്സിലാക്കാൻ പ്രേരിപ്പിക്കുമ്പോൾ ഹെലൻ കെല്ലറുടെ ജീവിതം അതിനൊപ്പം പരിശ്രമവും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ മനുഷ്യന് എന്തും നേടാൻ കഴിയുമെന്ന് തെളിയിക്കുന്നു. അതിനാൽ ജീവിതത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങളെ വിലമതിക്കുകയും അവയെ നല്ലതിനായി ഉപയോഗിക്കുകയും ചെയ്യണമെന്ന് ഈ വരികളും ഹെലൻ കെല്ലറുടെ ജീവിതവും നമ്മെ പഠിപ്പിക്കുന്നു. ഇതൊരു ലഘു ഉപന്യാസം എഴുതാനാണ്. കാടും പടലും വെണ്ണീറാക്കി കനകക്കതിരിനു വളമേകി കഠിനമിരുമ്പു കുയമ്പാക്കി പല കരുനിര വാർത്തു പണിക്കേകി. പന്തങ്ങൾ എന്ന കവിതയിലെ വരികളാണിവ. കാടും പടലും വെണ്ണീറാക്കി കൃഷിക്ക് വളമേകാൻ മനുഷ്യനെ സഹായിച്ചത് എന്തിൻ്റെ കണ്ടുപിടുത്തമാണ്? ഏതെല്ലാം പുതിയ അറിവുകളാണ് പിന്നീട് മനുഷ്യന് ആർജിക്കാനായത്? അപ്പോൾ കാടും പടലും വെണ്ണീറാക്കി കൃഷിക്ക് വളമാകാൻ മനുഷ്യനെ സഹായിച്ചത് എന്തിൻ്റെ കണ്ടുപിടുത്താണ്? തീയുടെ കണ്ടുപിടുത്താണ്. ഓക്കെ, നമുക്ക് എങ്ങനെ എഴുതാം? തീയുടെ കണ്ടുപിടുത്തവും മനുഷ്യ പുരോഗതിയും എന്ന് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ താഴെ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കമിട്ടത് തീയിൻ്റെ കണ്ടുപിടുത്തമാണ്. ആദിമ മനുഷ്യൻ കാട്ടുതീയിൽ നിന്നും മറ്റും ലഭിച്ച ചുട്ട മാംസം കഴിച്ചപ്പോഴാണ് വേവിച്ച ഭക്ഷണത്തിൻ്റെ രുചി തിരിച്ചറിഞ്ഞത്. ഇത് ഭക്ഷണ രീതിയിൽ വലിയ മാറ്റങ്ങൾ വരുത്തുകയും പച്ചമാംസം കഴിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന അസുഖങ്ങൾ കുറക്കാനും ആയുസ്സ് വർദ്ധിപ്പിക്കാനും സഹായിച്ചു. വന്യമൃഗങ്ങളെ ഭയപ്പെടുത്തി ഓടിക്കാനും ഗുഹകളിൽ വെളിച്ചവും ചൂടും നിലനിർത്താനും തീ ഒരു വലിയ ആയുധമായി മാറി. തണുപ്പിനെ അതിജീവിക്കാൻ പഠിച്ചതോടെ മനുഷ്യർക്ക് വിവിധ ഭൂപ്രദേശങ്ങളിലേക്ക് കുടിയേറാൻ സാധിച്ചു. കൂടാതെ രാത്രികാലങ്ങളിൽ തീക്കു ചുറ്റും ചൂടിയിരുന്നതാണ് മനുഷ്യരിലെ ആശയവിനിമയം വളരാനും ഗോത്ര സംസ്കാരം രൂപപ്പെടാനും കാരണമായത്. ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്കും വന്യതയിൽ നിന്ന് ആധുനിക സംസ്കാരത്തിലേക്കും മനുഷ്യനെ നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയായിരുന്നു തീ. എഴുതി. അടുത്തത് 4ാമത്തെ ക്വസ്റ്റ്യൻ എ ആണ്. അഭിപ്രായക്കുറിപ്പ് എഴുതാനാണ് പറയുന്നത്. അവൻ ഒരു ഗോട്ടി പൊക്കി കാട്ടി ചിരിച്ചു. നല്ല രസമുണ്ട് അല്ലേ? ഡ്രൈവറുടെ ദേഷ്യം അലിഞ്ഞുപോയി. അയാൾ ചിരിച്ചു. ഗോട്ടി എന്ന കഥയിലെ ഈ സന്ദർഭം ഓർക്കുന്നില്ലേ? ഡ്രൈവർക്ക് അപ്പുവിനോട് തോന്നിയ ദേഷ്യം ഇല്ലാതാവാൻ കാരണമെന്തായിരിക്കും? നിങ്ങളുടെ അഭിപ്രായം കുറിപ്പായി എഴുതുക. അപ്പോൾ അഭിപ്രായക്കുറിപ്പ് എഴുതാനാണ്. അപ്പുവിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗോട്ടികൾ കണ്ടപ്പോൾ ഡ്രൈവറുടെ മനസ്സിലെ ദേഷ്യം അലിഞ്ഞു പോയത് അവൻ്റെ നിഷ്കളങ്കത തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. അപ്പുവിൻ്റെ പേടിച്ചരണ്ട മുഖവും അവൻ്റെ കയ്യിലുണ്ടായിരുന്ന മനോഹരമായ ഗോട്ടികളും കണ്ടപ്പോൾ ഡ്രൈവർക്ക് തൻ്റെ സ്വന്തം കുട്ടിക്കാലം ഓർമ്മ വന്നിട്ടുണ്ടാകാം. നല്ല രസമുണ്ട് അല്ലേ എന്ന അദ്ദേഹത്തിൻ്റെ ചോദ്യം സൂചിപ്പിക്കുന്നത് ആ ഗോട്ടികളുടെ നിറവും ഭംഗിയും അദ്ദേഹത്തെ വല്ലാതെ ആകർഷിച്ചു എന്നാണ്. ആ കൊച്ചുകുട്ടിയുടെ ലോകത്തെ ഏറ്റവും വലിയ സമ്പാദ്യം ആ ഗോട്ടികളാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം ഡ്രൈവറിലെ മനുഷ്യത്വം ഉണരുകയും അതുവരെ ഉണ്ടായിരുന്ന ദേഷ്യം മാറി ഒരു പുഞ്ചിരിയായി മാറുകയും ചെയ്തു. ഗോട്ടികളുടെ ഭംഗി ആസ്വദിക്കാൻ കഴിഞ്ഞതിലൂടെ അദ്ദേഹവും അല്പനേരത്തേക്ക് ഒരു കുട്ടിയായി മാറുകയായിരുന്നു. അടുത്തത് പ്രതികരണക്കുറിപ്പാണ്. ഓരോ പുല്ലിൻ്റെയും ഇല തൊട്ട് എൻ്റെ കൊച്ചനിയത്തിയുടെ കയ്യിലുള്ള വരകളും നുണക്കുഴികളും വരെ ടീച്ചർ എനിക്ക് വിവരിച്ചു നൽകി. ഹെലൻ കെല്ലർ. അപ്പം ഹെലൻ കെല്ലർ പറഞ്ഞ വാക്കുകളാണിത്. ഇനി നമ്മളോട് പറയാണ്, പ്രകൃതിയെ മറ്റാരെക്കാളും നന്നായി അറിഞ്ഞവളാണ് ഹെലൻ കെല്ലർ. പാഠഭാഗത്ത് നിന്ന് ലഭിച്ച ആശയങ്ങളെ വിശകലനം ചെയ്ത് പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കാം?
കാഴ്ചയും കേൾവിയുമില്ലാതിരുന്നിട്ടും പ്രകൃതിയെ ഹൃദയം കൊണ്ട് തൊട്ടറിഞ്ഞ വ്യക്തിയായിരുന്നു ഹെലൻ കെല്ലർ. തൻ്റെ അധ്യാപികയായ ആനി സള്ളിവൻ്റെ സഹായത്തോടെ സ്പർശനത്തിലൂടെയും ഗന്ധത്തിലൂടെയുമാണ് ഹെലൻ ഓരോ ചെടിയെയും പൂവിനെയും തിരിച്ചറിഞ്ഞത്. ഓരോ ഇലയുടെയും പൂവിൻ്റെയും ആകൃതിയും മൃദുത്വവും തൊട്ടറിഞ്ഞ് അവൾ പ്രകൃതിയുടെ അത്ഭുതങ്ങൾ ആസ്വദിച്ചു. കാഴ്ചയുള്ളവർ പോലും ശ്രദ്ധിക്കാതെ പോകുന്ന പ്രകൃതിയിലെ കൊച്ചു കൊച്ചു മാറ്റങ്ങൾ ഹെലൻ തൻ്റെ വിരൽത്തുമ്പുകളിലൂടെ അനുഭവിച്ചറിഞ്ഞു. മരത്തിൻ്റെ തൊലിയിലെ പരുപരുപ്പും പൂക്കളുടെ സുഗന്ധവും അവൾക്ക് വലിയ പാഠപുസ്തകങ്ങളായിരുന്നു. മനക്കരുത്തും നിശ്ചയദാർഢ്യവുമുണ്ടെങ്കിൽ ശാരീരിക പരിമിതികൾ ഒന്നിനും തടസ്സമല്ലെന്നും ലോകത്തെ കാണാൻ കണ്ണുകളേക്കാൾ പ്രാധാന്യം ഹൃദയമാണെന്നും ഹെലൻ കെല്ലർ നമുക്ക് കാട്ടിത്തരുന്നു. അടുത്ത ക്വസ്റ്റ്യനാണ് അനുഭവക്കുറിപ്പ്. ടെന്നസി നദിക്കരയിൽ ചെറുകല്ലുകൾ കൊണ്ട് ഡാമുകളും ദ്വീപുകളും തടാകങ്ങളും ഉണ്ടാക്കിയ കാര്യങ്ങൾ ഹെലൻ കെല്ലർ പറയുന്നുണ്ട്. അതുപോലെ കളിക്കിടയിൽ പലതരം നിർമ്മിതികൾ നിങ്ങളും ഉണ്ടാക്കിയിരിക്കുമല്ലോ. അത്തരം അനുഭവങ്ങൾ കുറിപ്പായി എഴുതുക. മണ്ണിലെ എൻ്റെ കൊച്ചു ലോകം എന്നാണ് നമ്മൾ ഈ കുറിപ്പിന് കൊടുക്കുന്ന തലക്കെട്ട്. ഹെലൻ കെല്ലറുടെ കുട്ടിക്കാലത്തെ കളികളെക്കുറിച്ച് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത് കഴിഞ്ഞ അവധിക്കാലത്ത് വീടിനു പിന്നിലെ പറമ്പിൽ ഞാൻ കൂട്ടുകാരോടൊപ്പം ചിലവഴിച്ച നിമിഷങ്ങളാണ്. മഴ പെയ്തു തോർന്ന ഒരു വൈകുന്നേരം മുറ്റത്തെ നനഞ്ഞ മണ്ണ് കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു ആശയം തോന്നി. മണ്ണുകൊണ്ട് ഒരു ചെറിയ ഗ്രാമം നിർമ്മിക്കുക. ഞങ്ങൾ ചെറിയ കല്ലുകളും മണ്ണും ഇലകളും ശേഖരിച്ചു. മണ്ണ് കുഴച്ച് ഉറപ്പുള്ള ഭിത്തികളുണ്ടാക്കി. ഈർക്കിളികൾ കൊണ്ട് മേൽക്കൂര മെടഞ്ഞു. അവിടെ ഒരു ചെറിയ ഡാമും അതിൽ നിന്ന് ഒഴുകുന്ന തോടും ഞങ്ങൾ നിർമ്മിച്ചു. മുറ്റത്തെ ചെറിയ പൂച്ചെടികൾ ആ ഗ്രാമത്തിലെ വലിയ മരങ്ങളായി ഞങ്ങൾ സങ്കല്പിച്ചു. ആ കളിയിൽ മുഴുകിയപ്പോൾ സമയം പോയതറിഞ്ഞില്ല. ചെളിയിൽ കുളിച്ചെങ്കിലും ആ കൊച്ചു ഗ്രാമം പൂർത്തിയായപ്പോൾ തോന്നിയ സന്തോഷം വാക്കുകൾക്ക് അതീതമായിരുന്നു. ഹെലൻ കെല്ലറെപ്പോലെ പ്രകൃതിയിലെ ഓരോ വസ്തുവിനെയും സ്പർശിച്ച് അറിഞ്ഞപ്പോൾ ലഭിച്ച ആ അനുഭവം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഓർമ്മകളിൽ ഒന്നാണ്. ക്വസ്റ്റ്യനാണ് ആസ്വാദനക്കുറിപ്പ് എന്നാണ് ഈ ഒരു കവിതയുടെ പേര്. കുഞ്ഞു കിനാവുകളുള്ളിൽ വിരിയും നമ്മുടെ മനമൊരു പൂന്തോട്ടം. കുഞ്ഞു മനസ്സിൻ പൂവുകൾ ചുറ്റും നന്മ പരത്തിടുമെന്നെന്നും. പല വർണ്ണങ്ങളിലഴകിൽ നിറയും പൂവുകൾ ഞങ്ങളിലെന്നാലും ഒന്നാണൊരുമയിലെന്നും ഞങ്ങൾ നല്ലൊരു നാളെ വളർത്തിയിടും. CM വിനയചന്ദ്രൻ എഴുതിയ കവിതയാണിത്. കവിതയുടെ ആശയം മനോഹരമായ പ്രയോഗങ്ങൾ, വരികളിൽ നിറയുന്ന സൗന്ദര്യം ഇവ കണ്ടെത്തി കവിതയ്ക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. CM വിനയചന്ദ്രൻ രചിച്ച പുതുഗീതം എന്ന കവിത കുട്ടികളുടെ നിർമ്മലമായ മനസ്സും ലോകത്തെക്കുറിച്ചുള്ള അവരുടെ വലിയ സ്വപ്നങ്ങളും പ്രത്യാശകളും പങ്കുവയ്ക്കുന്ന മനോഹരമായ ഒരു രചനയാണ്. മനുഷ്യൻ്റെ മനസ്സിനെ ഒരു പൂന്തോട്ടത്തോടും കുഞ്ഞുങ്ങളുടെ സ്വപ്നങ്ങളെ അവിടെ വിരിയുന്ന മനോഹരമായ പൂക്കളോടുമാണ് കവി ഉപമിച്ചിരിക്കുന്നത്. പ്രകൃതിയിലെ പൂക്കൾ പല വർണ്ണങ്ങളിലാണെങ്കിൽ അവയെല്ലാം ഒരേ തോട്ടത്തിന് ഭംഗി നൽകുന്നത് പോലെ വൈവിധ്യങ്ങൾക്കിടയിലും മനുഷ്യരെല്ലാം ഒന്നാണെന്ന ഐക്യത്തിൻ്റെ സന്ദേശമാണ് ഈ വരികൾ മുന്നോട്ട് വയ്ക്കുന്നത്. ലളിതമായ പദപ്രയോഗങ്ങളും താളാത്മകമായ വരികളും കവിതയ്ക്ക് വായനാസുഖം പകരുന്നു. ജാതിമത ചിന്തകൾക്കതീതമായി സ്നേഹത്തിനും ഒരുമയിലും അധിഷ്ഠിതമായ ഒരു നല്ല നാളെ കെട്ടിപ്പടുക്കാൻ ഒത്തൊരുമയോടെ കൈകോർക്കാം എന്ന വലിയ ആശയമാണ് ഈ കവി ഈ ലഘു കവിതയിലൂടെ പകരുന്നത്.